നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നബിതങ്ങളുടെ കാലത്തില്ലാത്തത് മുഴുവനും ബിദ്അത്താണെന്ന് പറയല്ലേ. ആ വിഷയം എങ്ങനെയാണ് ഹറാമാകുന്നത്? നബിതങ്ങളുടെ പേരിൽ ഒത്തുകൂടുന്നതും അന്നപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ദിക്ർ ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും അപദാനങ്ങൾ വാഴ്ത്തുന്നതും. എന്നാൽ അവിടെ മദ്യപാനമോ വ്യഭിചാരമോ തോന്നിവാസമോ ഇഖ്തിലാത്തുകളോ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീ പുരുഷന്മാരിടകലരുന്ന ഒന്നും പാടില്ല, അതെവിടെയും പാടുള്ളതല്ല. എന്നാൽ മൗലിദ് വരുമ്പോഴേക്കും അത് നബി ചെയ്തോ സഹാബികൾ ചെയ്തോ എന്ന് 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, കരുണയുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വന്ന നിഅമത്തിനോളം വലിയൊരു നിഅമത്ത് ഈ ഉമ്മത്തിന് എന്താണുള്ളത്? അപ്പൊ നബി മരിച്ചില്ലേ? നബി വഫാത്തായ ദിവസം കൂടിയല്ലേ അത്? അതൊന്നുകൂടെ ആവർത്തിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വഫാത്ത് ആചരണം, ദുഃഖാചരണം എന്ന് പറയുന്നത് ശറഇൽ 3 ദിവസമാണ് ശറഅ് അനുവദിച്ചത്. 3 ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖ ആചരണം, ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും. പക്ഷേ ദുഃഖാചരണം, ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി 3 ദിവസമാണ് മഅ്സം. അത് കഴിഞ്ഞാൽ മഅ്സമില്ല. പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അല്ലാഹു വെച്ചില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ മഹാന്മാരുടെ ഒക്കെ വഫാത്താണല്ലോ ആചരിക്കുക. നബിതങ്ങളുടെ ജന്മം മുബാറക്കായ ജന്മമാണ്. ഒരു മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ്. അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവർ വഫാത്താകുമ്പോഴാണ് ഒരു മഹാനെ നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാത്താണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് അങ്ങനെയാണോ? നബിയെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അങ്ങ് ത്വയ്യിബല്ലയോ നബിയെ എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ? വഫാത്തും ജീവിതവും എല്ലാം അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ അനുഗ്രഹമല്ലേ? എല്ലാറ്റിലും അനുഗ്രഹമുണ്ടല്ലോ, എല്ലാറ്റിലും അനുഗ്രഹമുണ്ട്. ഹയാതി ഖൈറുൽ ലക്കും വവഫാതി വമമാതി ഖൈറുൽ ലക്കും. അതുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ അതുകൊണ്ട് ആരോപിക്കുന്ന ആളുകൾ നബിതങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് അത്തർക്കു ലൈസ ബിഹുജ്ജത്തിൻ, ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല. ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൈക്കുണ്ടോ? ഇത് ഉപയോഗിക്കുന്നില്ലേ? 2 ഹറമൈനുകൾ ഉപയോഗിക്കുന്നില്ലേ? ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ? എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തെല്ലാം സംഗതികൾ, കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത്? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇതിന്റെ വിധി എന്താ? ജായിസ് അൽ അസ്ലു അൽ ഹിൽ, ഹലാലാവലാണ് അസ്ല്, ഹറാമാവൻ തെളിവ് വേണം. അസ്ലു അലൈക്കും മാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് അതിന്റെ അർത്ഥം? ഹലാലാണ് അസ്ല്, അത് ഹറാമാണെങ്കിൽ തെളിവ് വേറെ വേണം. ഇത് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇമാം സുയൂത്തി